പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെ CI മർദ്ദിച്ചു എന്ന പരാതി. ഇടുക്കി അടിമാലി പോലീസ് PR അനിൽകുമാറിന് മർദ്ദനമേറ്റു എന്നതാണ് പരാതിയിൽ പറയുന്നത്. അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കിയെന്നാണ് CIയുടെ നിലപാട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജെയിൻ, എന്താണ് രണ്ട് ഭാഗത്തു നിന്നും അവരവരുടേതായ ന്യായീകരണം പറയുന്നു? സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ CCTV ലഭ്യമാകണം. അത് ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ വസ്തുത കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. എന്നാൽ ഇപ്പോൾ ഈ അടിമാലി SHO ലൈജുമോൻ CVക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് കല്ലാർകുട്ടിയിൽ ഇന്ന് രാവിലെ ഒരു വാഹന അപകടം നടന്നിരുന്നു. ആ വാഹന അപകടവുമായി ബന്ധപ്പെട്ട പരാതി ഒത്തുതീർപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് അടിമാലി സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ സ്റ്റേഷനിലെത്തുന്നത്. ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ SHO മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. എന്നാൽ SHO പറയുന്നത് ഈ അനിൽകുമാർ സ്റ്റേഷനിൽ കിടന്ന് ബഹളമുണ്ടാക്കി, മർദ്ദിച്ചിട്ടില്ല എന്ന വിശദീകരണമാണ് നൽകുന്നത്. സ്റ്റേഷനിൽ CCTV ഉള്ളതുകൊണ്ട് CCTV പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും ഈ അനിൽകുമാർ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ. അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ദിവിഷ്. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് മർദ്ദിച്ചു എന്ന പരാതിയാണ്. എന്നാൽ അനാവശ്യമായി ബഹളമുണ്ടാക്കിയെന്നാണ് പോലീസിന്റെ മറുവാദം.